ഓടിയാ 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 ഓടി വാ ദോ 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 ഓടി ഓടി. കഴിഞ്ഞ 23 വർഷക്കാലത്തെ ജീവകാരുണ്യ മേഖലയിലെ നിറ സാന്നിധ്യമാണ് വടക്കാഞ്ചേരിയുടെ സ്വന്തം മഹേഷ് വടക്കാഞ്ചേരി എന്ന ഈ മനുഷ്യൻ. സ്നേഹാലയം എന്ന അന്തേവാസി കേന്ദ്രത്തിലൂടെ വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളെയും പാവപ്പെട്ട കുടുംബത്തിലെ അച്ഛനമ്മമാരെയുമൊക്കെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട ആഹാരവും മരുന്നും കരുതലുമൊക്കെ ഈ മനുഷ്യൻ്റെ കഷ്ടപ്പാടിലൂടെ നൽകി വരുന്നു. ഒപ്പം തന്നെ തെരുവു നായകളുടെ ഒരു സംരക്ഷകൻ കൂടിയാണ് മഹേഷ് വടക്കാഞ്ചേരി എന്ന ജീവകാരുണ്യ പ്രവർത്തകൻ. കഴിഞ്ഞ കൊറോണ കാലം മുതൽ ഇന്നുവരെയും വടക്കാഞ്ചേരിയുടെ തെരുവിൽ കഴിയുന്ന നൂറുകണക്കിന് നായകൾക്ക് എന്നും രാവിലെ ആഹാരം നൽകുന്നതും ഈ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും ഇതുപോലുള്ള സൽക്രമങ്ങൾ ചെയ്ത് ജീവിച്ച് തീർക്കാനാണ് ഈ മനുഷ്യൻ ഇനിയും ആഗ്രഹിക്കുന്നത്. മഹേഷ് വടക്കാഞ്ചേരി എന്ന ഈ ജീവകാരുണ്യ പ്രവർത്തകനെ 2025 ഏറ്റവും മികച്ച ജീവകാരുണ്യ മേഖലയിലെ ശ്രേഷ്ഠ പുരസ്കാരം ന്യൂസ് കേരളം TV നൽകി ആദരിക്കുന്നു. നമ്മുടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ന്യൂസ് കേരളം ടുഡേ TV എന്ന പ്രസ്ഥാനം വടക്കാഞ്ചേരിയിലെ ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട മഹേഷ് ഏട്ടനാണത്. ജീവകാരുണ്യ പ്രവർത്തകനാണ്, ഇപ്പോൾ യൂട്യൂബറാണ്. അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് ഒരുപാട് ആളുകൾക്ക്, മനുഷ്യർക്ക് മാത്രമല്ല പക്ഷി മൃഗാദികൾക്കും ഒക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന, അവർക്ക് വേണ്ടി അന്നം നൽകുന്ന ഒരു മനുഷ്യനാണ് ശ്രീ മഹേഷ് വടക്കാഞ്ചേരി. അദ്ദേഹത്തെ ന്യൂസ് കേരളം ടുഡേ TVയുടെ 2025 ഏറ്റവും മികച്ച സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോ ആ ഒരു ഫലകം അദ്ദേഹത്തിന് ഒരു അവാർഡായി നൽകുന്നു. ഒപ്പം തന്നെ ഒരു പൊന്നാട നൽകുകയാണ്. അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ പ്രോഗ്രാം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മഹേഷ് ഏട്ടനെ ആദരവ് നൽകുകയാണ്. ഓക്കെ, ഒപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിന് ഒരു അവാർഡല്ല, അദ്ദേഹം കുറച്ചു നാൾ മുമ്പ് തന്നെ ഒരു ചാനൽ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ചാനൽ തുടങ്ങിയിരുന്നു. ആ ചാനൽ കൊണ്ട് ഒരു ചാറ്റ് ചാനലാണ്, അതായത് നമ്മുടെ ന്യൂസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പാവങ്ങളെ സഹായിക്കാനായിട്ട് തുടങ്ങിയ ചാനലാണ്. കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ 60,000-ലേറെ ഫോളോവേഴ്സും ഒപ്പം തന്നെ ലക്ഷക്കണക്കിന് വ്യൂസും ഒക്കെ അദ്ദേഹം കുറച്ച് നാൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ആദരവ് കൂടി നൽകുന്നു. അതുകൂടി നമ്മുടെ പ്രിയപ്പെട്ട മഹേഷ് ഏട്ടന് നൽകുകയാണ്. നന്ദി. ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എന്താണ് മഹേഷ് ഏട്ടാ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ കേരള പിറവി ആശംസകൾ നേരുന്നു. അതുപോലെ ന്യൂസ് കേരള ടുഡേ എന്ന ചാനലിൻ്റെ നമ്മുടെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ചാനലിൻ്റെ എല്ലാമായ നമ്മുടെ ഷെബിൻ സാറിന് ആദ്യം ഞാൻ നന്ദിയും കടപ്പാടും അർപ്പിക്കുന്നു. അതുപോലെ നിരവധി അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ ന്യൂസ് കേരള ടുഡേയുടെ അവാർഡ്, അതുപോലെ എൻ്റെ ഈ യൂട്യൂബിനും ഉള്ള ഒരു അംഗീകാരം തന്ന ഈ ന്യൂസ് കേരള ടുഡേ ചാനലിനും അതുപോലെ അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും, എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ഷെബിൻ സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും എല്ലാവരോടും ഞാൻ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഈ അംഗീകാരങ്ങളൊക്കെ തേടി വരുന്നത് മഹേഷ് ഏട്ടന്റെ മനസ്സുകൊണ്ടാണ്. നമ്മൾ കണ്ടു, നേരത്തെ ഈ വീഡിയോക്ക് മുമ്പിൽ കാണിച്ചിട്ടുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നത്, പാർട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത്, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചേട്ടൻ പലർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു നന്മയാണ് ഈ അംഗീകാരങ്ങളായി കിട്ടുന്നത്. അത് ഇനി ഒരുപാട് ആളുകളിലേക്ക് എത്താനും മരിക്കുന്നത് വരെയും അങ്ങനെ ചെയ്ത് ജീവിക്കാനുള്ള ഒരു പ്രചോദനം കൂടി ആവണം ഈ അവാർഡെന്ന് തീർച്ചയായിട്ടും ഞാൻ പ്രതികരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കും. ഓരോ അവാർഡ് കിട്ടുമ്പോഴും ഞാൻ കിട്ടുന്ന അവാർഡുകളിലെല്ലാം പറയാറുള്ളത് എൻ്റെ ചാരിറ്റിയും, ഇപ്പോഴാണ് ഞാൻ യൂട്യൂബറായി ഒരു അംഗീകാരം എൻ്റെ ഷെബിൻ സാർ ഒരു ചാനൽ ഒരു പ്രതിനിധി എനിക്ക് തരുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനൊന്നും പ്രതീക്ഷിച്ചല്ല ഒരു യൂട്യൂബർ ആവും എന്ന്. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത ബഹുമാന്യനായ എൻ്റെ പ്രവർത്തകൻ അനിയനായ സുമാരൻ, അദ്ദേഹവും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനത്തിന് ഒരു കാഴ്ചയില്ലാത്ത നമ്മുടെ ബഹുമാന്യനായ രമേശ് ഏട്ടൻ 25 വർഷമായി എൻ്റെ പിന്നിൽ കൂടെ നിൽക്കുന്ന ഒരു പ്രവർത്തകനാണ്. അത് കണ്ടറിഞ്ഞ് തേടിയെത്തിയ എൻ്റെ ഷെബിൻ സാർ, എല്ലാവരോടും എനിക്ക് കടപ്പാടുണ്ട്. എൻ്റെ ഈ പ്രവർത്തനം സത്യസന്ധമായി കേരളത്തിൽ ഉടനീളം ഞാൻ ഈ പ്രവർത്തനം
വ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ഒരുപാട് എല്ലാവരും വിളിച്ച് ഒരുപാട് നന്ദിയും കടപ്പാടും അർപ്പിക്കാറുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഷെബിൻ സാറും എന്നെ തേടിയെത്തിയത്. സന്തോഷം. അതാണ്